ഒരു ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ വളരെ സമാധാനപരമായ ഒരു യാത്ര പ്രതീക്ഷിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ സഹയാത്രക്കാരുടെയൊക്കെ മോശം പെരുമാറ്റം കാരണം നടക്കുന്നതെല്ലാം നേർവിപരീതമായിരിക്കും. അത്തരത്തിൽ ദുരനുഭവം നേരിട്ടിട്ടുള്ള ഒരു ട്രെയിൻ യാത്രക്കാരന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. ബിലാസ്പൂർ ലക്നൌ ഗരീബ് രഥ് എക്സ്പ്രസിൽ വെച്ചുണ്ടായ ബുദ്ധിമുട്ട് മൻമോഹൻ എന്ന യാത്രക്കാരനാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. റീൽസ് ചിത്രീകരണത്തിനായി ഉച്ചത്തിൽ പാട്ടുവെച്ച് ട്രെയിൻ കോച്ചിനെ ഒരു സ്വകാര്യ സ്റ്റുഡിയോ പോലെയാക്കി മാറ്റി എന്നുള്ളതാണ് കേട്ടോ പരാതി. ലൈവ് റിയാലിറ്റി ഷോ ആണോ ഇവിടെ നടക്കുന്നത് എന്ന് പോലും ചിന്തിച്ചുപോയി. ഇങ്ങനെ കുറിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസ്ഥയാണെന്ന് നോക്കൂ. സമാധാനപരമായിട്ടൊരു യാത്ര പ്രതീക്ഷിച്ചെത്തുന്ന ആൾക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അഷ്ടമി ഷാജൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. അഷ്ടമി, ഇപ്പോൾ ഈ ട്രെയിനിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഓരോരുത്തരും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ചിലർ ജോലി സംബന്ധമായ ആവശ്യങ്ങളായിരിക്കും, ചിലർ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ച് നാൾ വീട്ടിൽ നിൽക്കാൻ വേണ്ടി അങ്ങനെ പോകുന്നവരായിരിക്കും. ചിലർ ചിലപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വല്ല അസുഖമാണ് എന്നൊക്കെ അറിഞ്ഞ് മനസ്സിൽ ഒരുപാട് വേദനയും കൊണ്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നിട്ട് ഇവിടെ എന്താണ് ഉണ്ടായത്? നടപടി സ്വീകരിച്ചോ? ഹിമ, അതായത് ഞാനും ഹിമയൊക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹം മറന്നു തുടങ്ങിയ ഒരു കാര്യം, അതായത് പൊതുസ്ഥലത്ത് പാലിക്കേണ്ട മര്യാദകൾ. അത് നമ്മൾ കുറച്ചു പേരൊക്കെ മറന്നുപോയ ഒരു കാര്യമാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ ഈ ഒരൊറ്റ ഇൻസ്റ്റാ പോസ്റ്റ് കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു വാർത്തയുടെ വലിയ ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് ഹിമ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രെയിൻ യാത്ര, സമാധാനപരമായിട്ടൊരു ട്രെയിൻ യാത്ര ആഗ്രഹിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത ആളാണ് മൻമോഹൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അതേ കോച്ചിൽ ഒരു ഫാമിലി ഒരു റീൽസ് ചിത്രീകരിച്ച് തുടങ്ങി. അവർ വലിയ ഉച്ചത്തിൽ പാട്ടൊക്കെ വെച്ച് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി തുടങ്ങി. അദ്ദേഹത്തിന് ആ ബുദ്ധിമുട്ട് സഹിച്ച് അദ്ദേഹം കുറച്ചു ദൂരം മുന്നോട്ട് പോയി. പക്ഷെ ഇത് പരിധി വിട്ടപ്പോൾ അദ്ദേഹം കാണിച്ചത് ഹെൽപ്പ് ലൈൻ നമ്പർ, അതായത് റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ അദ്ദേഹം വിളിച്ചു. അപ്പോൾ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിലൊന്നും തന്നെ റീൽസ് ചിത്രീകരിക്കരുത് എന്നിവരോട് പറഞ്ഞു. അങ്ങനെ രംഗം ഒന്ന് ശാന്തമാക്കി റെയിൽവേ പോലീസ് മടങ്ങി. അതിനുശേഷം മൻമോഹൻ യാത്ര തുടർന്നു. അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷം ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിലുള്ളത്. അതിന് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒത്തിരി പേര് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു തുടങ്ങി. അതായത് ഇത്തിരി റീൽസ് ചിത്രീകരണമൊക്കെ നമ്മളായാലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒത്തിരി കാണാറുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെ മറ്റുള്ള യാത്രക്കാർക്ക് അതെങ്ങനെയാണ് അവരെ അത് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഈ ഒരു വീഡിയോ, ഈ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം നമ്മളൊന്ന് ചിന്തിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേഷൻ അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, നമ്മൾ അവർക്ക് ശല്യമായിട്ടൊന്നും ചെയ്യരുത് എന്ന് ഇനിയുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ഉൾവിളി ഉണ്ടാവും. അദ്ദേഹം പറയുന്നത് നമ്മുടെ പൊതുസ്ഥലം എന്ന് പറയുന്നത് ആരുടെയും സ്വകാര്യ സ്ഥലമല്ല, അത് മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണ്. അത് നമ്മൾ പരിഗണിക്കണം. അത് പരിഗണിക്കാതെ ഇത്തരത്തിൽ ഓരോന്ന് ചെയ്യുമ്പോൾ അതൊരു പൊതുശല്യമായിട്ട് മാറുക തന്നെയാണ്. അത്തരം ഒരു ചിന്ത അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റീലിലുള്ളവരുടെ മുഖം നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. പക്ഷെ അത് ചെയ്തവർ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു റീലോ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ ചെയ്യില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, നമുക്ക് ഇഷ്ടത്തിന് ഉപയോഗിക്കാം. പക്ഷെ അത് മറ്റുള്ളവരുടെ ഒരു സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും ഒന്നും തടസ്സമുണ്ടാക്കിക്കൊണ്ടാവരുത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അതൊരു പൊതുസ്ഥലത്ത് എങ്ങനെ ഇടപെടണം, എങ്ങനെയായിരിക്കണം നമ്മളുടെ പെരുമാറ്റം എന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ചിലർക്കില്ല എന്നറിയുമ്പോൾ ശരിക്കും വളരെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ട്രെയിനിൽ സഞ്ചരിക്കുന്നവരാണ്. മാക്സിമം അടുത്തുള്ള ആളെ ശല്യപ്പെടുത്താതെ ഹെഡ്സെറ്റ് വെച്ചൊരു സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് സമയം ചെലവഴിക്കാം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് നമ്മുടെ സമയം ചെലവിടകളിൽ ഒന്നും എന്നുള്ളത് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ. അപ്പോൾ ആ യാത്രക്കാർക്ക് നേരിട്ട പോലെ നിരവധി ബുദ്ധിമുട്ടുകൾ മിക്ക ആളുകൾക്കും ഒരുപക്ഷെ ഒരു യാത്രയിലെങ്കിലും നേരിട്ടിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനെ ശബ്ദമുയർത്തി പറഞ്ഞു കാണില്ല. ഇതിപ്പോൾ കുറേ സമയം മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് അവിടെ കടിച്ചു പിടിച്ചിരുന്നിട്ടാണ് ഒടുവിൽ പരാതി കൊടുത്തതും അതിൽ നടപടി സ്വീകരിച്ചതും. എന്തായാലും ശരി അഷ്ടമി.